Welcome to Technical Education Series program on embedded systems. Today we are going to discuss on microcontrollers. In this session we are discussing on introduction to embedded systems, microcontrollers, elements in a microcontroller, advantages of microcontrollers, comparison with the microprocessor, and the classification of microcontrollers. Before getting to the discussion on microcontrollers, it is better to have a concept on embedded systems. Embedded system can be defined as a computing device that does a specific focused job. ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യുന്നതിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള കമ്പ്യൂട്ടർ സംവിധാനത്തെയാണ് നാം എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. Both hardware and software in an embedded systems are optimized for that specific job. ഈ സംവിധാനത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഹാർഡ്വെയർ ഭാഗങ്ങളും സോഫ്റ്റ്വെയർ ഭാഗങ്ങളും ഈ പ്രത്യേക ജോലി ചെയ്യുന്നതിനായി ഉത്തമീകരിക്കപ്പെട്ടതായിരിക്കും. താഴെ പറയുന്ന ഉപകരണങ്ങളെല്ലാം എംബഡഡ് സിസ്റ്റത്തിന് ഉദാഹരണങ്ങളായിട്ട് കാണിക്കാവുന്നതാണ്. പ്രിന്റർ, VCD, DVD, എയർ കണ്ടീഷണർ, ഫാക്സ് മെഷീൻ. ഈ ഉപകരണങ്ങളെല്ലാം ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രമായി ഉപയോഗിക്കുന്നവയാണ്. അതിലുപരി മറ്റൊരു ഉപയോഗത്തിനും ഇവ യോജിച്ചതല്ല. എന്നാൽ സ്വാഭാവികമായും കമ്പ്യൂട്ടർ സിസ്റ്റം ഒരു എംബഡഡ് സിസ്റ്റമാണോ എന്നൊരു ചോദ്യം ഉയർന്നു വന്നേക്കാം. തീർച്ചയായിട്ടും നോ എന്ന് മാത്രമാണ് ആൻസർ. കാരണം കമ്പ്യൂട്ടർ നമ്മൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു ജനറൽ കമ്പ്യൂട്ടർ സിസ്റ്റം എംബഡഡ് സിസ്റ്റത്തിന്റെ ശീർഷകത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇനി എംബഡഡ് സിസ്റ്റം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളേഴ്സും ഉപയോഗിക്കാവുന്നതാണ്. എംബഡഡ് സിസ്റ്റംസ് ക്യാൻ ബി ഡിസൈൻ യൂസിങ് മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ്. പക്ഷേ ഇവിടെ നമ്മൾ മൈക്രോ കൺട്രോളറിനെ കുറിച്ചുള്ള ഡിസ്കഷൻ മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. വാട്ട്സ് എ മൈക്രോ കൺട്രോളർ? എന്താണ് ഒരു മൈക്രോ കൺട്രോളർ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നിശ്ചിത പ്രവൃത്തി ചെയ്യുന്നതിനായി ഒരുക്കി നിർത്താൻ ആവശ്യമായ CPU അടക്കമുള്ള എല്ലാ ഘടകങ്ങളും ഒരു ചെറിയ ചിപ്പിനുള്ളിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് രൂപം നൽകിയ ഒരു മിനി കമ്പ്യൂട്ടർ സംവിധാനമാണ് മൈക്രോ കൺട്രോളർ എന്നത്. മൈക്രോ കൺട്രോളർ ഈസ് എ മൈക്രോ കമ്പ്യൂട്ടർ വിത്ത് CPU ആൻഡ് അതർ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഡിവൈസസ് fabricated on a single chip which is dedicated to perform specific tasks. 1971 ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സ് എന്ന കമ്പനിയാണ് ആദ്യ മൈക്രോ കൺട്രോളറിന് രൂപം നൽകുന്നത്. The first invention of microcontroller was in the year 1971 by Texas Instruments. എന്നാൽ മൈക്രോ കൺട്രോളറിന്റെ ആവിർഭാവം ടെക്നോളജി ഇംപ്ലിമെന്റേഷൻ രംഗത്ത് വളരെ ശക്തമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓട്ടോമേഷൻ മേഖലയിൽ മൈക്രോ കൺട്രോളറിന്റെ സ്വാധീനം എടുത്തു പറയേണ്ടതാണ്. മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചിട്ടുള്ള എക്യുപ്മെന്റ് ഡിസൈൻ വളരെ എളുപ്പവും ലളിതവുമാണ് എന്നതാണ് ഇതിന്റെ കാരണം. ഒരു വർഷം 2 ബില്യൺ മൈക്രോ കൺട്രോളറുകൾ നിർമ്മിച്ചിട്ട് പോലും ആവശ്യത്തിന് തികയാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇതിന്റെ ഉപയോഗം വ്യാപിച്ചിട്ടുണ്ട്. ദൈനംദിന ജീവിതത്തിൽ നാം കൈകാര്യം ചെയ്യുന്ന മിക്ക ഉപകരണങ്ങളിലും അതിന്റെ ഒരു ഭാഗമായി മൈക്രോ കൺട്രോളർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗണത്തിൽപ്പെട്ട ഏതാനും ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. റോബോട്ട്, കാർ, മോട്ടോർ വെഹിക്കിൾ, ഡാഷ്ബോർഡ് ഓഫ് ദി വെഹിക്കിൾ, വാഷിംഗ് മെഷീൻ, വെൻഡിങ് മെഷീൻ, ECG മെഷീൻ, മൊബൈൽ ഫോൺസ്,
digital camera, television, refrigerator, thread mills, scanning machines, palm-tops, keyboard, ലാപ്ടോപ്സ്, മൗസ്, CRO, മൾട്ടിമീറ്റർ. ഈ ഉപകരണങ്ങളിലെല്ലാം അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായോ ഭാഗികമായോ നിയന്ത്രിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും ഒന്നോ അതിൽ കൂടുതലോ മൈക്രോ കൺട്രോളറുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിനാൽ nowadays microcontroller has become an integral part of all kind of automatic and semi-automatic machines. Operation of a microcontroller. മൈക്രോകൺട്രോളർ എന്നത് ഒരു മിനി കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന രീതിയിലാണ് നാം മനസ്സിലാക്കിയത്. ആയതിനാൽ ഒരു മൈക്രോ കൺട്രോളറിൻ്റെ പ്രവർത്തനവും ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന സമാന രീതിയിൽ തന്നെ ആയിരിക്കും. ഇവിടെ മൈക്രോ കൺട്രോളർ ഇൻപുട്ട് നൽകുന്ന ഡാറ്റ സ്വീകരിക്കുന്നു. ഈ ഡാറ്റ നാം പ്രോഗ്രാമിൽ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രോസസ്സ് ചെയ്യുന്നു. തൽഫലമായി ലഭ്യമാകുന്ന റിസൾട്ടിനെ അടിസ്ഥാനമാക്കി നിർദ്ദേശിച്ച പ്രകാരമുള്ള പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നു. അതായത് ദി ഓപ്പറേഷൻ ഓഫ് എ മൈക്രോ കൺട്രോളർ ഈസ് ഇൻ ദി സിമിലർ വേ ആസ് ദാറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ. It receives data, process data according to the program and perform based on result. ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി മൈക്രോ കൺട്രോളറിൽ ഉണ്ടായിരിക്കേണ്ട വിവിധ ഘടകങ്ങളെക്കുറിച്ചാണ് ഇനി നാം അറിയേണ്ടത്. എലമെന്റ്സ് ഇൻ എ മൈക്രോ കൺട്രോളർ. പ്രോസസ്സിംഗ് യൂണിറ്റ് ടു പെർഫോം ഡാറ്റ പ്രോസസ്. ഒരു മൈക്രോ കൺട്രോളറിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഡാറ്റ പ്രോസസ്സിംഗ് നടത്തുന്നതിനുള്ള സംവിധാനമാണ്. ഇതിനായി നാം മൈക്രോ കൺട്രോളറിൽ ഉൾപ്പെടുത്തേണ്ടത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU ആണ്. അടുത്തത് മെമ്മറി ടു സ്റ്റോർ ദി പ്രോഗ്രാം. ഒരു മൈക്രോ കൺട്രോളറിന്റെ പ്രവർത്തന ക്രമവും രീതിയും നിർണ്ണയിക്കുന്നത് നാം നൽകുന്ന പ്രോഗ്രാം കോഡുകളാണ്. അതിനാൽ കൃത്യമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനായി പ്രോഗ്രാം കോഡുകൾ മാറ്റം വരാത്ത വിധം ഭദ്രമായി സൂക്ഷിക്കുന്നതിനുള്ള മെമ്മറി സംവിധാനം മൈക്രോ കൺട്രോളറിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനായി നാം സജ്ജീകരിക്കേണ്ടത് റീഡ് ഓൺലി മെമ്മറി സംവിധാനമാണ്. പ്രോസസ് ചെയ്യുന്നതിനായി സ്വീകരിക്കുന്ന ഡാറ്റ താൽക്കാലികമായി സൂക്ഷിക്കേണ്ട സൗകര്യം മൈക്രോ കൺട്രോളറിൽ ഉണ്ടായിരിക്കണം. ഇതിനായി മൈക്രോ കൺട്രോളറിൽ സജ്ജമാക്കേണ്ടിയിരിക്കുന്ന ഘടകം റാൻഡം ആക്സസ് മെമ്മറി RAM ആകുന്നു. പ്രൊവിഷൻ ടു റിസീവ് ആൻഡ് ഡെലിവർ ഡാറ്റ. പ്രവർത്തനങ്ങൾക്കിടയിൽ മൈക്രോ കൺട്രോളറിന് പുറമേ നിന്നുള്ള ഘടകങ്ങളിൽ നിന്നും ഡാറ്റ സ്വീകരിക്കുകയോ നൽകുകയോ ചെയ്യേണ്ടതായി വരും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് വേണ്ടി മൈക്രോ കൺട്രോളറിൽ ഉണ്ടായിരിക്കേണ്ട ഘടകമാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് IO പോർട്ട്. മീൻസ് ടു ഹാൻഡിൽ ദി സ്പെഷ്യൽ സിറ്റുവേഷൻസ്. ഒരു നിശ്ചിത ക്രമത്തിൽ മാത്രം പ്രവർത്തിക്കുന്നതിന് വേണ്ടി സജ്ജമാക്കിയ മൈക്രോ കൺട്രോളർ ചില പ്രത്യേക സാഹചര്യങ്ങൾ സംജാതമാകുമ്പോൾ പ്രവർത്തനക്രമം മാറ്റേണ്ടതായി വന്നേക്കാം. അതിനാൽ ഈ സാഹചര്യങ്ങൾ തിരിച്ചറിയുന്നതിനും അനുസൃതമായി പ്രവർത്തനക്രമത്തിൽ മാറ്റം വരുത്തുന്നതിനും സൗകര്യം ഉണ്ടായിരിക്കണം. ഈ സൗകര്യം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ററപ്റ്റ് സംവിധാനങ്ങൾ മൈക്രോ കൺട്രോളറിൽ ഉൾപ്പെടുത്തണം. ടൈം ആൻഡ് കൗണ്ട് മാനേജിംഗ്. ചില സംവിധാനങ്ങളിൽ മൈക്രോ കൺട്രോളറിന് ഒരു പ്രത്യേക സമയദൈർഘ്യത്തിൻ്റെയോ എണ്ണത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നടത്തേണ്ടതായിട്ട് വരും. ഈ അവസരങ്ങളിൽ CPU സമയം നിരീക്ഷിക്കുന്നതിനോ എണ്ണം കണക്കാക്കുന്നതിനോ നിയോഗിക്കപ്പെടുമ്പോൾ ആ സമയത്ത് നിറവേറ്റേണ്ട മറ്റ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ടൈം കൗണ്ട് നിരീക്ഷണത്തിനായി മറ്റ് സംവിധാനങ്ങൾ മൈക്രോ കൺട്രോളറിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി മൈക്രോ കൺട്രോളറിൽ നാം അറേഞ്ച് ചെയ്യേണ്ട ഒരു സംവിധാനമാണ് ടൈമർ ബാർ കൗണ്ടർ. ക്ലോക്ക് ജനറേഷൻ. ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് പ്രവർത്തന സജ്ജമാകുന്നത് അതിന് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള പൾസ് നൽകുമ്പോൾ മാത്രമാണ്. ഈ പൾസിന്റെ
ഫ്രീക്വൻസി അനുസരിച്ചായിരിക്കും CPU പ്രവർത്തന വേഗത. ഈ പൾസ് നൽകുന്നതിനായി മൈക്രോ കൺട്രോളറുകളിൽ ഉണ്ടായിരിക്കേണ്ട സംവിധാനമാണ് ഓസിലേറ്ററി സർക്യൂട്ട്. അടുത്തത് അതർ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഡിവൈസസ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഘടകങ്ങൾക്ക് പുറമെ ആവശ്യാനുസൃതമായിട്ടുള്ള മറ്റ് ചില ഘടകങ്ങൾ കൂടി മൈക്രോ കൺട്രോളറുകളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഇനത്തിൽപ്പെടുന്ന ഘടകങ്ങളാണ് ADC, DAC, വാച്ച്ഡോഗ് ടൈമർ, USART, I2C തുടങ്ങിയവ. ഇനി നമുക്ക് മൈക്രോ കൺട്രോളിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഇവിടെ CPU ഉണ്ടായിരിക്കണം, ROM ഉണ്ടായിരിക്കണം, RAM ഉണ്ടായിരിക്കണം, IO പോർട്ട് ഉണ്ടായിരിക്കണം, ഇന്ററപ്റ്റ്സ് ഉണ്ടായിരിക്കണം, ടൈം ബാർ കൗണ്ടർ ഉണ്ടായിരിക്കണം, ഓസിലേറ്ററി സർക്യൂട്ടറി ഉണ്ടായിരിക്കണം, അതർ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഡിവൈസസ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൂടെ മൈക്രോ കൺട്രോളറിൽ ഉൾപ്പെട്ട ഒരു സിംഗിൾ യൂണിറ്റ് ഉണ്ടാകുന്നതായിരിക്കും. ഇതാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ്. മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് ഒരു സിസ്റ്റം സംവിധാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. Microcontroller contains all essential part of a computer on a single chip, and hence it can function as a computer without any external digital part. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും മൈക്രോ കൺട്രോളറിനുള്ളിൽ ലഭ്യമായതിനാൽ പുറമേ നിന്നുള്ള ഒരു ഘടകത്തിൻ്റെയും സഹായം കൂടാതെ മൈക്രോ കൺട്രോളറിന് ഒരു കമ്പ്യൂട്ടറായി തന്നെ പ്രവർത്തിക്കാൻ സാധിക്കും. As the peripherals are integrated into a single chip, the use of microcontroller reduces the cost and size of the system. എല്ലാ പെരിഫറൽ സംവിധാനങ്ങളും ഒരു ചിപ്പിനുള്ളിൽ ആലേപനം ചെയ്തിരിക്കുന്നത് കാരണം ഇത് മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചുള്ള സിസ്റ്റത്തിന്റെ ഉൽപാദന ചെലവും വലിപ്പവും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. The system design using microcontroller is simple and it is easy for troubleshooting and maintenance. മൈക്രോകൺട്രോളർ ഉപയോഗിച്ചുള്ള സിസ്റ്റം ഡിസൈൻ വളരെ ലളിതവും എന്നാൽ ഇത് ട്രബിൾ ഷൂട്ടിംഗ്, മെയിൻ്റനൻസ് എന്നിവ നടത്തുന്നത് എളുപ്പവുമായിരിക്കും. Since the pins of the microcontroller are programmable, it is capable of having different functions depends on the option of the programmer. മൈക്രോകൺട്രോളറിന്റെ IO പിന്നുകൾ ആവശ്യാനുസരണം ഹൈ ലോ സ്റ്റാറ്റസുകളിൽ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നത് കാരണം പ്രോഗ്രാമറുടെ സൗകര്യാനുസരണം വിവിധ പ്രവർത്തനങ്ങൾക്കായി ഇവ ക്രമീകരിച്ചു നിർത്താൻ സാധിക്കും. Allows interfacing additional RAM, ROM, IO ports externally if required. എന്നാൽ മൈക്രോ കൺട്രോളറിനുള്ളിൽ ലഭ്യമായിട്ടുള്ള RAM, ROM, IO പോർട്ട് എന്നിവ തികയാതെ വരുന്ന സാഹചര്യത്തിൽ പുറമേ നിന്ന് ആവശ്യാനുസരണം നൽകി ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യം മൈക്രോ കൺട്രോളറിൽ ലഭ്യമാണ്. The facility of performing bitwise operations renders them much more powerful control operations. ഒരു ബൈറ്റിലെ ഒരു പ്രത്യേക ബിറ്റ് മാത്രം തിരഞ്ഞെടുത്ത് ഓപ്പറേഷൻ നടത്താനുള്ള സൗകര്യം കൂടുതൽ വ്യാപ്തിയോടെയുള്ള കൺട്രോൾ പ്രവർത്തനം നടക്കുന്നതിന് സഹായകമാണ്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ കൺട്രോൾ ഫംഗ്ഷൻ ഈസ് ലെസ്. ഒരു നിശ്ചിത പ്രവൃത്തി പൂർത്തീകരിക്കാൻ മൈക്രോ കൺട്രോളർ എടുക്കുന്ന സമയം വളരെ കുറവായിരിക്കും. On-chip ROM facility of the microcontroller provides software security. ഇവിടെ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നതിനുള്ള ROM മൈക്രോ കൺട്രോളറിന്റെ ഉള്ളിൽ ആയത് കാരണം പ്രോഗ്രാം കൂടുതൽ സുരക്ഷിതമായിരിക്കും. മൈക്രോ പ്രോസസർ വേഴ്സസ് മൈക്രോ കൺട്രോളർ.
ഒരു എംബഡഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മൈക്രോ പ്രോസസ്സർ ഉപയോഗിക്കാം, അതുപോലെ തന്നെ മൈക്രോ കൺട്രോളർ ഉപയോഗിക്കാം. ഇത് രണ്ടും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടി മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആവശ്യമാണ്. ഇവിടെ മൈക്രോ പ്രോസസ്സറിന്റെ കേസിൽ ഓൺ ചിപ്പ് റാം, റോം, പോർട്സ്, ടൈമർ ബാർ കൗണ്ടർ, ADC ബാർ DAC എക്സെട്ര ആർ നോട്ട് പ്രസന്റ്. മൈക്രോ പ്രോസസ്സറിന്റെ ഉള്ളിൽ ഇത്രയും സംവിധാനങ്ങൾ ലഭ്യമല്ല. അതുകൊണ്ട് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ സംവിധാനങ്ങളെല്ലാം നാം പുറമേ നിന്നും നൽകേണ്ടതുണ്ട്. അതേസമയം മൈക്രോ കൺട്രോളറിന്റെ കേസിൽ ഓൺ ചിപ്പ് റാം, റോം, പോർട്സ്, ടൈമർ ബാർ കൗണ്ടർ, ADC ബാർ DAC എക്സെട്ര ആർ പ്രസന്റ്. ഇത്രയും സംവിധാനങ്ങൾ മൈക്രോ കൺട്രോളറിന്റെ ചിപ്പിനുള്ളിൽ തന്നെ ലഭ്യമായിരിക്കുന്നത് കാരണം നമുക്ക് പുറമെ നിന്ന് ഒന്നും കണക്ട് ചെയ്യാതെ തന്നെ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ബിറ്റ് ഹാൻഡ്ലിംഗ് ഇൻസ്ട്രക്ഷൻസ് ആർ വെരി ലെസ്. മൈക്രോ പ്രോസസ്സറിൽ ഒരു ബിറ്റിലെ ഒരു പ്രത്യേക ബിറ്റ് തിരഞ്ഞെടുത്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഉള്ള സംവിധാനങ്ങൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് വളരെ കുറവായിരിക്കും, മേ ബി 1 or 2. അതേസമയം മെനി ബിറ്റ് ഹാൻഡ്ലിംഗ് ഇൻസ്ട്രക്ഷൻസ് ആർ അവൈലബിൾ ഇൻ കേസ് ഓഫ് മൈക്രോ കൺട്രോളർ. Then time taken to complete a process is more. ഇവിടെ ഒരു വർക്ക് പൂർത്തീകരിക്കേണ്ട സമയം മൈക്രോ പ്രോസസ്സറിന്റെ കേസിൽ കൂടുതലായിരിക്കും, അതേസമയം മൈക്രോ കൺട്രോളറിന്റെ കേസിൽ ഇത് വളരെ കുറവാണ്. Then not easy for troubleshooting. ഇപ്പോൾ ഒരു മൈക്രോ പ്രോസസ്സർ സിസ്റ്റം സംവിധാനം ചെയ്യുന്ന സമയത്ത് അതിലെ ട്രബിൾ ഷൂട്ടിംഗ് എളുപ്പമല്ല. അതേ കേസിൽ മൈക്രോ കൺട്രോളറിൽ ഈസി ഫോർ ട്രബിൾ ഷൂട്ടിംഗ് ആണ്. ദെൻ സിസ്റ്റം ആർ നോട്ട് ഹാൻഡി. ഇവിടെ മൈക്രോ പ്രോസസ്സർ ഉപയോഗിച്ചിട്ടുള്ള സിസ്റ്റം ഒതുക്കമുള്ളതായിരിക്കത്തില്ല, അതേസമയം സിസ്റ്റം ആർ ഹാൻഡി ഇൻ കേസ് ഓഫ് മൈക്രോ കൺട്രോളർ. ദെൻ വെരി ഫ്യൂ പിൻസ് ആർ പ്രോഗ്രാമബിൾ. മൈക്രോ പ്രോസസ്സറിൽ അവൈലബിൾ ആയിട്ടുള്ള പിന്നുകളിൽ വളരെ കുറച്ച് പിന്നുകൾ മാത്രമേ നമുക്ക് ഹൈ ലോ സ്റ്റാറ്റസ് വെച്ച് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കൂ. എന്നാൽ മോസ്റ്റ് ഓഫ് ദി പിൻസ് ഇൻ ദി മൈക്രോ കൺട്രോളേഴ്സ് ആർ പ്രോഗ്രാമബിൾ. നോട്ട് കേപ്പബിൾ ഫോർ വോളിയം ഫംഗ്ഷൻ. മൈക്രോ പ്രോസസ്സറിൽ വോളിയം ഫംഗ്ഷനുള്ള സൗകര്യം ലഭ്യമല്ല, ബട്ട് ഇറ്റ് ഈസ് മൈക്രോ കൺട്രോളർ ഈസ് കേപ്പബിൾ ഫോർ വോളിയം ഫംഗ്ഷൻസ്. ഇന്റൻഡഡ് ടു ബി ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. മൈക്രോ പ്രോസസ്സർ സാധാരണയായി ഉപയോഗിക്കുന്നത് പൊതു ആവശ്യത്തിനുള്ള ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആയിട്ടായിരിക്കും. അതേസമയം മൈക്രോ കൺട്രോളർ ഈസ് ഇന്റൻഡഡ് ടു ബി സ്പെഷ്യൽ പർപ്പസ് ഡിജിറ്റൽ കൺട്രോളർ. പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള കമ്പ്യൂട്ടർ ആയിട്ടാണ് നമ്മൾ മൈക്രോ കൺട്രോളറിനെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഓവറാൾ സിസ്റ്റം കോസ്റ്റ് ഈസ് ഹൈ. മൊത്തത്തിൽ ഒരു സിസ്റ്റത്തിന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും എങ്ങനെയാണെങ്കിൽ മൈക്രോ പ്രോസസ്സർ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ. അതേസമയം മൈക്രോ കൺട്രോളർ വെച്ച് ഡിസൈൻ ചെയ്യുന്ന സിസ്റ്റത്തിലെ ഓവറാൾ സിസ്റ്റം കോസ്റ്റ് ഈസ് ലോ. ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോ കൺട്രോളേഴ്സ്. ഇനി മൈക്രോ കൺട്രോളറുകളെ ഏതൊക്കെ രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. ആദ്യമായി ബേസ്ഡ് ഓൺ ഇൻസ്ട്രക്ഷൻ സെറ്റ് ടൈപ്പ്. ഒരു മൈക്രോ കൺട്രോളർ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ അത് പ്രോഗ്രാം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവും. ഒരു മൈക്രോ കൺട്രോളറിന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് തയ്യാറാക്കുന്നത് ആ മൈക്രോ കൺട്രോളറിന്റെ ഹാർഡ്വെയർ ഘടനയെ ആശ്രയിച്ചായിരിക്കും. ഇവിടെ ഇൻസ്ട്രക്ഷൻ സെറ്റ് തയ്യാറാക്കുമ്പോൾ അവലംബിച്ചു പോരുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ 2 രൂപത്തിലുള്ള മൈക്രോ കൺട്രോളർ ആർക്കിടെക്ചർ അവൈലബിൾ ആണ്. ഒന്ന് സിസ്ക് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, രണ്ടാമത്തത് റിസ്ക് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഇതില് സിസ്ക് എന്നുള്ളത് ദി ഒബ്ജക്റ്റീവ് ഓഫ് സിസ്ക് ആർക്കിടെക്ചർ ഈസ് ടു റെഡ്യൂസ് ദി സോഫ്റ്റ്വെയർ കോംപ്ലക്സിറ്റി ബൈ ഇൻക്രീസിംഗ് ദി കോംപ്ലക്സിറ്റി ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ആർക്കിടെക്ചറിന്റെ കോംപ്ലക്സിറ്റി കൂട്ടി പ്രോഗ്രാം വളരെ ഈസി ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ കോംപ്ലക്സിറ്റി കുറച്ചുള്ള ഒരു രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഈ രീതിയിലുള്ള
മൈക്രോകൺട്രോളറുകളിൽ ലാർജ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർ അവൈലബിൾ. ഇൻസ്ട്രക്ഷൻ സെറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ആർ ലാർജർ ദാൻ വൺ വേർഡ് സൈസ്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ 2 or 3 വേർഡ് സൈസ് ഉള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. എന്ന് പറയുമ്പോൾ എക്സിക്യൂഷൻ ടൈം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ട് ലെസ് നമ്പർ ഓഫ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഇതില് ജനറൽ പർപ്പസ് നമുക്ക് ഒരു പ്രോഗ്രാമിൽ വേണ്ടി ഉപയോഗിക്കേണ്ട ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. എന്ന് പറയുമ്പോൾ കൂടുതൽ ഓപ്പറേഷൻസും നമുക്ക് മെമ്മറിയിൽ വെച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കോംപ്ലക്സ് അഡ്രസ്സിംഗ് മോഡ്. ഇവിടെ ആർക്കിടെക്ചർ കോംപ്ലക്സ് ആയത് കാരണം തന്നെ നമ്മൾ ഡാറ്റ മൈക്രോ കൺട്രോളറിലേക്ക് ഫീഡ് ചെയ്യാനുള്ള മാർഗങ്ങളും കോംപ്ലക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഡാറ്റ ടൈപ്സ്, കൂടുതൽ ഡാറ്റ ടൈപ്സ് ഇതിൽ അവൈലബിൾ ആയിരിക്കും. അടുത്തത് റിസ്ക്. ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി റിസ്ക് ആർക്കിടെക്ചർ ഈസ് ടു റെഡ്യൂസ് ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി ബൈ ഇൻക്രീസിംഗ് കോംപ്ലക്സിറ്റി ഓഫ് സോഫ്റ്റ്വെയർ. ഇവിടെ സിസ്കിന് വിപരീതമായി ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്തും അതേസമയം സോഫ്റ്റ്വെയർ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്തുമുള്ള ഒരു രീതിയാണ്. ഇത്തരം കമ്പ്യൂട്ടറുകളിൽ പ്രോഗ്രാമിംഗ് സൈഡ് സങ്കീർണവും ഹാർഡ്വെയർ സൈഡ് ലളിതവുമായിരിക്കും. ഇതിന്റെ പ്രത്യേകതകൾ ലിമിറ്റഡ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻസ്ട്രക്ഷൻ നമ്പറുകൾ എണ്ണം വളരെ കുറവായിരിക്കും. ഇൻസ്ട്രക്ഷൻസ് കംസ് അണ്ടർ സൈസ് ഓഫ് 1 വേർഡ്. എല്ലാ ഇൻസ്ട്രക്ഷൻസും ഒരു വേർഡ് എടുത്തുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. എ ലാർജ് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് ആർ റിക്കോർഡ്. ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന രജിസ്റ്റേഴ്സിന്റെ എണ്ണം കൂടുതലായിരിക്കും. സിമ്പിൾ അഡ്രസ്സിംഗ് മോഡ്. അഡ്രസ്സിംഗ് മോഡ് വളരെ ലളിതമായിരിക്കും. അതുപോലെ തന്നെ ഡാറ്റ ടൈപ്സും വളരെ കുറവായിരിക്കും. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി മെമ്മറി ആർക്കിടെക്ചർ. മൈക്രോ കൺട്രോളറിൽ മെമ്മറി സംവിധാനം എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ആയി തരംതിരിക്കാം. 1 ഹാർവേഡ് ആർക്കിടെക്ചർ, 2 വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഹാർവേഡ് ആർക്കിടെക്ചർ സംവിധാനത്തിൽ മൈക്രോ കൺട്രോളർ വിത്ത് ഹാർവേഡ് ആർക്കിടെക്ചർ ഹാവ് സെപ്പറേറ്റ് മെമ്മറീസ് ഫോർ പ്രോഗ്രാം ആൻഡ് ഡാറ്റ വിത്ത് ദിയർ ഇൻഡിപെൻഡന്റ് ഡാറ്റ ആൻഡ് അഡ്രസ് ബസ്. ഇവിടെ ഡാറ്റ മെമ്മറിയും പ്രോഗ്രാം മെമ്മറിയും പ്രത്യേകം സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ ബസ്സും അഡ്രസ് ബസ്സും വ്യത്യസ്തമാണ്. Since the stream of address and data are different, this microcontroller does not require any time division multiplexing between data and address bus. ഇവിടെ ഡാറ്റ ബസ്സും അഡ്രസ് ബസ്സും പ്രത്യേകം നൽകിയിരിക്കുന്നത് കൊണ്ട് ഡാറ്റ കഴിഞ്ഞ് പ്രോഗ്രാം എന്ന രീതിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് ഡാറ്റ ആക്സസും അതുപോലെ തന്നെ കോഡ് ആക്സസും നടത്തേണ്ടതില്ല എന്നുള്ളതാണ്. ഹാർവേഡ് architecture allows execution to occur in parallel. As the next instruction is fetched, the current instruction executing on the data made available by the separate data bus. ഇവിടെ ഒരു കോഡ് എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കെ തന്നെ അടുത്ത നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന് ആവശ്യമായിട്ടുള്ള കോഡ് ഫെച്ച് ചെയ്യുന്നതിനും അതേസമയം എക്സിക്യൂഷനും ഡാറ്റ ഫെച്ചിങ്ങും അല്ലെങ്കിൽ കോഡ് ഫെച്ചിങ്ങും ഒരേ സമയം നടത്തുന്നതിനും സൗകര്യമുണ്ട്. നെക്സ്റ്റ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. In this type of architecture, program and data shares the same memory space. ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയും പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയും ഒരു മെമ്മറി ലൊക്കേഷൻ മാത്രമാണ് നൽകിയിരിക്കുന്നത്. The program and data fetches are done using time division multiplexing. ഇവിടെ ഡാറ്റ ഫെച്ചിങ്ങും പ്രോഗ്രാം ഫെച്ചിങ്ങും ഒരേ സമയം നടത്താൻ സാധിക്കില്ല. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് എന്ന രൂപത്തിൽ മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. When controller address main memory, it first fetches an instruction and then it fetches the data required by the instruction to operate upon, if any. The two separate fetches slow the controller operation. ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത ശേഷം
ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ദി ടു സെപ്പറേറ്റ് ഫെച്ചേഴ്സ് സ്ലോ ദി കൺട്രോളർ ഓപ്പറേഷൻ. ഇത് കാരണം വൺ ഹ്യൂമൻ ആർക്കിടെക്ചറിലെ പ്രവർത്തന വേഗത വളരെ കുറവായിരിക്കും. Now let us conclude the important points discussed on this section. That is, embedded system can be defined as a computing device that does a specific focused job. Microcontroller is a microcomputer with CPU and other application-specific devices fabricated on a single chip which is dedicated to perform specific tasks. Various elements in a microcontroller are CPU, RAM, ROM, I/O port, interrupts, timer bar counter, and other specific application devices. Advantages of microcontroller is listed. Comparison with the microprocessor is done. Classification of microcontrollers based on instruction set type are CISC and RISC. Classification of microcontrollers based on memory architecture are Harvard architecture and one human architecture. ഈ സെഷൻ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. എംബഡഡ് സിസ്റ്റം തുടർന്നുള്ള ക്ലാസ്സുകളും ഈ ചാനലിൽ ലഭ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ക്ലാസ്സുകൾ വീക്ഷിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. Thank you.